നമസ്കാരം. കടുമാങ്ങ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 3 മാങ്ങായാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ ചെറിയതായിട്ടൊന്ന് കടളം തോർത്തിയെടുത്ത മാങ്ങായാണ്. ഇങ്ങനെ ഇതിൻ്റെ കരിന്തൊലി ഒന്ന് ചെത്തിക്കളയുക. അപ്പോൾ തൊലി ചെത്തി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. മാങ്ങ അരിഞ്ഞ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് പൊടിയെ, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കുക. ഇതിനൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ വെക്കുക, എല്ലാം ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ഇനി ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക, തണുക്കാൻ വേണ്ടി. ഇത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. കടുക് പൊട്ടിച്ച് വഴറ്റുന്നതിന് നല്ല ഒരു കഷ്ണം ഇഞ്ചി, നല്ല മുഴുത്ത സൈസിൽ 3-4 പച്ചമുളക്, കുറച്ച് കരിവേപ്പില, ഒരു 3 കുടം വെളുത്തുള്ളി, ഇത്രയും ചോപ്പ് ചെയ്ത് എടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 50 ഗ്രാം കടുകെണ്ണ ഒഴിക്കുക. ഞാൻ കടുകെണ്ണയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിടുന്നു. രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുക. ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ടീസ്പൂണും ടേബിൾ സ്പൂണുമായിട്ട് മാറിപ്പോകും. ഇതിട്ട് ഇളക്കുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കുന്ന. 1 മിനിറ്റ് ഒന്ന് ഇളക്കി ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറ്റി. ഇനി ആ കടുക് പൊട്ടിച്ചത്, മിക്സിയിൽ പൊടിച്ചത് ഇതിലേക്ക് ചേർക്കുക. ഇപ്പോൾ തീ കെടുത്തിയിരിക്കുകയാണ്. എന്നിട്ട് വേണം ഇത് ചേർക്കാൻ. 1 മിനിറ്റ് ഇത് വഴറ്റാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം കടുക് ചതച്ചത് ചേർക്കാൻ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ഉപ്പൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന ആ മാങ്ങായ ഇടുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കണം എങ്ങനെയുണ്ട്. പുളി കുറവാണെങ്കിൽ സ്വല്പം വിനാഗിരിയും കൂടെ ഒക്കെ ഒഴിച്ച് കൊടുക്കുക. മാങ്ങായുടെ പുളി നോക്കിയിട്ട് വേണം വിനാഗിരി ഒഴിക്കാൻ. ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ആറുമ്പം ഇതിനെ ഒരു കുപ്പി ഭരണിയിലേക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. ഒരു 2 ദിവസത്തിനൊക്കെ ഉപയോഗിച്ച് തുടങ്ങാം. കാരണം ഇതിൻ്റെ തൊലി ചത്തിയത് കൊണ്ട് ഇത് എളുപ്പം നയന്ന് കിട്ടും. അതുകൊണ്ട് എളുപ്പം ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.